വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള തിരുവചന ഭാഗം. പിതാവായ ദൈവത്തിൻ്റെ വലിയ സ്നേഹമായിരുന്നു മനുഷ്യാവതാരത്തിലൂടെ പുത്രനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രക്ഷ സമ്മാനിക്കുവാൻ വേണ്ടി മാത്രമാണ് പിതാവ് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുക. നമ്മുടെ ജീവിത ഭാരങ്ങളും കുറവുകളും പാളിച്ചകളും ഒക്കെ സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവരിയുടെ വിരിമാറിൽ നമുക്ക് വേണ്ടി ബലിയാഗമായിട്ട് മാറുന്നുണ്ട്. പിതാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് അയച്ച പുത്രൻ. നമുക്ക് ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ മൂർത്തിയേക്കാളും വലിയ ശാന്തിയുള്ള കാലഘട്ടമാണ്. യഥാർത്ഥ നന്മയേക്കാൾ ഉപരിയായി കുപ്രചരണങ്ങളും കുപ്രസിദ്ധികളുമൊക്കെ നേടുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമൊക്കെയുണ്ട്. ജീവിതത്തിൻ്റെ മേഖലയിൽ എല്ലാം കാണും ദൈവത്തിൻ്റെ നന്മ സാംശീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ കയ്യാളുകളായി, അവൻ്റെ കരമായി, അവൻ്റെ ശബ്ദമായി, അവൻ്റെ പാദങ്ങളായി, അവൻ്റെ അനുകമ്പയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്നൊരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. മാമോദിസ കിട്ടിയ വലിയ ധർമ്മങ്ങളൊക്കെ അനുഗ്രഹമാക്കുവാൻ, ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലുമൊക്കെ നന്മ സമ്മാനിക്കുവാൻ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. മാമോദിസായുടെ വലിയ നന്മ, മറ്റു കൂദാശകളുടെ വലിയ ചൈതന്യമൊക്കെ എല്ലായ്പ്പോഴും കൊണ്ടുപോരുവാൻ, ഒരിക്കൽ പോലും പാളിച്ചയിലും ബലഹീനതയിലും വീണു പോവാതെ അവിടെയൊക്കെ പിടഞ്ഞെഴുന്നേക്കുവാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാവണം. ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുക. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് കൊണ്ടുള്ള ഒന്നും നമുക്കുണ്ടാവാതിരിക്കട്ടെ. ഈ പുതിയ വർഷം നന്മയുടേതായി മാറപ്പെടുവാനായിട്ടും എല്ലാത്തിൻ്റെയും കുറവുകളിൽ നിന്നും പാളിച്ചയിൽ നിന്നും മാറി എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും ഒരു പടി കൂടെ മുമ്പോട്ട് ഉയരുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എല്ലായ്പ്പോഴും ഈശ്വര സാന്നിധ്യം ഉണ്ടാവട്ടെ. ക്രിസ്തുവിൻ്റെ നല്ല മനുഷ്യരായി, നല്ല മക്കളായി, നല്ല സൗഹൃദങ്ങളായി നാം ഓരോരുത്തരുമായി തീരുവാനായിട്ട് തീരുമാനമെടുക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.